Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നോക്കൂ ഇന്നേ നമ്മളിന്ന് ഞാൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറും സ്റ്റുഡൻറ്റും ഒന്നും ആവുന്നില്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞില്ല, അതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ചു കുറച്ച് ആശ്വാസത്തിൽ നിൽക്കുക. പക്ഷേ ഇന്നുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ജെൻഡർ ഫോം ഒക്കെ പഠിപ്പിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഫിഷ് മപ്പാസ് ഉണ്ട്, പിന്നെ അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ട്, ആൻറ്റി ഉണ്ടെങ്കിൽ അങ്കിളുണ്ട്, ചേട്ടനുണ്ടെങ്കിൽ ചേച്ചിയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഫിഷിന് ഒരു കളിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഫിഷിന് അച്ഛനമ്മയോ ഉണ്ടോ എന്നല്ല പ്രശ്നം. ഫിഷ് മപ്പാസ് പോലെ തന്നെ നമുക്ക് ഫിഷ് പപ്പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കറി ഉണ്ട് കേട്ടോ. അതെന്താന്നുള്ളത് അറിയത്തില്ലേ? ഫിഷ് മപ്പാസ് ഭയങ്കര ടേസ്റ്റാ. അതിനെക്കാട്ടിലും ഒരു പിടി മുമ്പ് നിൽക്കും പപ്പ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയാണോ നല്ല രുചി പപ്പയാണോ ഏറ്റവും നല്ല രുചി എന്നുള്ളത് ഇന്ന് നമ്മുടെ ഈ മീൻ കറി വെക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കറി എന്താന്ന് വെച്ചാൽ ഫിഷ് പപ്പാസ് ആണ്. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഫിഷ് മപ്പാസിനെക്കാട്ടിലും ഒരു പിടി, ഞാൻ പറഞ്ഞില്ല നേരത്തെ, കുറച്ചൊരു രുചിക്ക് മുന്നിട്ട് നിൽക്കും. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റമേ ഉള്ളൂ. അതെന്നാന്നല്ലേ, അതെന്നാന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം. ഫിഷ് പപ്പാസിന് എന്തായാലും മീൻ വേണം. അത് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്ന നെമ്മീനാണ് വാങ്ങിച്ചേ. അത് സ്ക്വയർ പീസസ് ആയിട്ട്, അതായത് നമ്മുടെ കറി കഷ്ണങ്ങളായിട്ട് മുറിച്ച 1 കിലോ മീനാ ഈ എടുത്തേക്കുന്നത്. അതിന് വേണ്ട പൊടിയൊക്കെ എന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി വേണം, പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് നല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറേ ദിവസമായി നമ്മൾ കടുക് എടുത്ത് കളിച്ചിട്ട് ഇന്ന് എന്തായാലും കടുക് കളിക്കാൻ പോവാ. ഇത് കുറച്ച് കടുക്, പിന്നെ ഇച്ചിരി ഉലുവ, കുറച്ച് ഉലുവ. പിന്നെ ഇതിന് വേണ്ടിയത് ചെറിയ ഉള്ളി ആണെങ്കിൽ അതിടാം, അതല്ല ചെറിയ ഉള്ളി ഇച്ചിരി കൂടി ടേസ്റ്റ്. പക്ഷേ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാൻ മടിയാ, അതുകൊണ്ട് ഇന്ന് ഞാൻ സവാള എടുത്തെന്നും പറഞ്ഞ് രുചിക്കേട് വരികയില്ല. പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതയ്ക്കാൻ പോയില്ല, എല്ലാം സ്പീഡ് നീളത്തിലരിഞ്ഞതാ. ഇതൊരു വലിയൊരു കഷ്ണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന കുഞ്ഞു വെളുത്തുള്ളി, അതൊരു 10-12 എടുത്തു. പിന്നെ പച്ചമുളക് കണ്ടോ, ഈ പച്ചമുളകിനാണെങ്കിൽ ഇച്ചിരി ഡാർക്ക് ഗ്രീൻ കളർ അതിനുള്ളത്. പക്ഷെ ഇതിനധികം എരിവില്ലേ എന്നുവെച്ചാൽ മറ്റേ ഒരു വേറെ പറ്റായി പച്ചമുളക് ഉണ്ട്, ഇച്ചിരി ലൈറ്റ് ഗ്രീൻ ആയിട്ട് കുറച്ച് മെലിഞ്ഞിരിക്കുന്നത്. അതിന് എന്നാ എരിവാന്നറിയാം, അതുകൊണ്ട് നോക്കിയും കണ്ടേച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി പുളി ചേർക്കണം. പുളി ഏതാന്ന് വെച്ചാൽ കുടംപുളിയാ വേണ്ടിയേ. പിന്നെ അഫ്കോഴ്സ് ഒരു കറിവേപ്പില മസ്റ്റാ. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് മീൻ എല്ലാം ചേർത്ത് അരപ്പെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വാങ്ങാൻ നേരം ചേർക്കാനായിട്ട് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ, പിന്നെ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ നമ്മൾ ഈ ഒത്തിരി എന്നാ പറയുന്നത് ഇറ്റാലിയനും കോണ്ടിനെൻ്റലും ഒക്കെ നമ്മളിവിടെ നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കിയല്ലേ, നമ്മുടെ മീൻ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ മീൻകറി അടുപ്പേ കിടന്നു തിളയ്ക്കുന്ന കാണുമ്പോൾ ഒക്കെ ഒരു തൃപ്തിയാണ് അല്ലേ. അതിനോളം വരികയല്ല നമ്മുടെ എന്നാ പറയുന്നത് ഇറ്റാലിയനും കോണ്ടിനെൻ്റലും ഒന്നും. അതും ഒരു ഇച്ചിരി ചെമ്പാവരി ചോറും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇറ്റാലിയൻ എവിടെ കിടക്കുന്നു, ചൈന എവിടെ കിടക്കുന്നു, നമ്മുടേനാ രുചി. എന്തായാലും മീൻകറി നമുക്ക് ചട്ടിയിലേ വെക്കുള്ളൂ, അതിനാന്ന് രുചി. പറയണ്ടല്ലോ ഞാൻ. പിന്നെ ആ ചട്ടിയിലിട്ട് ചോറുണ്ണുന്ന സ്വാദും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, അത് പറയുന്നില്ല. എന്തായാലും ഇപ്പം നമുക്കിവിടെ ഫിഷ് പപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചട്ടിയിൽ എണ്ണ ചൂടായിട്ട്, ഇതിന് എന്നാ വേണ്ടിയേ വെളിച്ചെണ്ണ തന്നെ വേണം. അതിനകത്ത് വെജിറ്റബിൾ ഓയിലൊന്നും ഇട്ടാൽ ശരിയാവുകയില്ല. അപ്പം ഞാൻ എൻ്റെ ചട്ടിയിൽ ഒഴിക്കാൻ പോകുന്ന നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടാവാതെ എന്തായാലും ഞാൻ കടുക് ഇടുകയില്ല. കാര്യം എന്നാന്നോ, ഇത്രയൊക്കെ പാചകം ചെയ്തിട്ടും പിന്നെയും കുഞ്ഞേ നീ അത് അവിടെ തന്നെ നിൽക്കുവാണോ എന്ന് ആലോചിക്കുകയല്ലേ നിങ്ങൾ, മോശമല്ലേ. അപ്പോൾ പിന്നെ എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചേച്ച് നമുക്ക് ഉള്ളിയൊക്കെ ഇടാം കേട്ടോ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ചൂടായി എന്നുള്ളത് തെളിവ് കണ്ടോ, പുകയൊക്കെ വരുന്നുണ്ട്. അന്നേരം പിന്നെ ഞാൻ എന്തായാലും ഇനി കടുക് ഇടാൻ പോവാം. കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, അതിന് അളവൊന്നും ഇല്ലല്ലോ.
ഇതിനകത്തോട്ട് ഒരു എന്നാ പറയുന്നത്, ഒരു പിഞ്ച് ഇട്ടാൽ മതി ഉലുവ എന്ന് പറയുന്നത്. ഉലുവ ഒരുപാട് ഇട്ടാൽ കഴിക്കും. ഇനി രണ്ടും കൂടെ ഒന്ന് പൊട്ടിക്കളിക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് കടുകും ഉലുവായും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തിട്ട് വഴറ്റണം. സവാള ഇട്ട പുറകെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് ഇപ്പം ഞാൻ ഇത് എരിവില്ലാത്തതായതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളക് ഇടുവാണേ. നടുവേ കീറിയതാ. ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇഞ്ചി ഒരു വലിയ കഷ്ണം അരിഞ്ഞേക്കുക. അത് സ്പൂൺ കണക്കൊക്കെ പറയുവാന്നേൽ ഇനി ഒരു 1.5 ടീസ്പൂൺ ഇട്ടാം. വെളുത്തുള്ളി ഇച്ചിരി ചെറുതായതുകൊണ്ട് സ്പൂണിനകത്ത് നിൽക്കും. അതൊരു 10-12 കുഞ്ഞു ചുളയില്ലേ, അത് മതി. ഉള്ളിയും ഇതുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില അടുത്ത് തന്നെ വെച്ചേക്കണം. പിന്നെ നമ്മുടെ ഏതം പോലെ അതിന് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇനി നമ്മളിത് വഴറ്റുന്ന സമയമുണ്ടല്ലോ, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് ഇച്ചിരി അരപ്പരയ്ക്കാനുണ്ട്. അരപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വലിയ ബഹളമൊന്നുമില്ല. നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ചേർത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് നല്ലതായിട്ടൊരു മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അന്നേരം എന്നാ നമ്മുടെ തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചേച്ചും വേണം പോവാൻ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഉള്ളി കരിഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ പപ്പ വഴക്ക് പറയും. കുറച്ച് മഞ്ഞപ്പൊടി മതി. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ. മുളക് പൊടിയും അതേപോലെ. എരിവുള്ള പച്ചമുളകാണ് ഇടുന്നെങ്കിൽ ശ്രദ്ധിച്ചോണം, മുളക് പൊടി പിന്നെ കൂട്ടണ്ട. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, അതൊരു 1/2 ടീസ്പൂൺ ഇടാം. പിന്നെ അഥവാ നല്ല എന്നാ പറയുന്നത്, ആ രുചിക്കുറവ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് തല്ലിയിട്ടേച്ചാൽ മതി വാങ്ങാറാവുമ്പോൾ. ഇത് വഴറ്റുന്ന സമയം നമുക്കൊന്ന് അരച്ചേച്ച് വരാം. എനിക്ക് ശരിക്കും കേട്ടോ, സത്യം പറയുക, എനിക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റുന്ന മണം എന്നാ ഇഷ്ടമാണെന്നറിയാം. അതിനകത്ത് എൻ്റെ ഫേവറേറ്റ് 2 കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ ബെസ്റ്റാ. ബ്രൗൺ ഒന്നും ആവണ്ട. ആ ഉള്ളി ഒന്ന് വേവത്തില്ലേ, പച്ചച്ചൊവ മാറത്തില്ലേ, പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചൊവ മാറത്തില്ലേ, ആ സമയത്ത് നമുക്ക് ആ മൂക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ആ ചൊവ മാറുന്നൊക്കെ. ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ല മൂത്തുരുമ്പോൾ ഒരു നല്ല മണവാണ്. അന്നേരം ആദ്യമേ ഇതൊക്കെ തന്നെ നമ്മൾ ഇടുവല്ലേ, അന്നേരത്തേക്ക് അത് മൂത്തോളും. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ പൊടിയെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. എന്നേച്ച് തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച് നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടിയില്ലേ, ആ പൊടി ഒരു ഇച്ചിരി അല്ല കുറച്ച്
ഞാൻ എന്നത്തിനാണെന്നറിയോ വെള്ളം ഒഴിച്ചു കൊടുത്തത്? നമ്മുടെ എളുപ്പ വഴിയില്ലേ, ഏതാ, എണ്ണയൊന്ന് തെളിയിച്ച് വരണം. അത് മാത്രമല്ല, നമ്മളിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് വേവുകയും വേണ്ടേ. അപ്പം നമ്മൾ ആ അരച്ച മിക്സിയിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമ്മുടെ മീൻകറിയിലോട്ട് ഒഴിക്കുക. ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം വറ്റും, പൊടിയും വേവും, പിന്നെ ആണെങ്കിൽ എണ്ണ തെളിഞ്ഞും വരും. അതല്ലേ എളുപ്പം. എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടേ. ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി അല്ലാതെ കുടംപുളിയാ, ആ ഒരു 2 കഷ്ണം ഇടാൻ പോവാ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഇച്ചിരി പുളിയുള്ള കൂട്ടത്തിലുള്ള പുളിയാ, അന്നേരം ഞാൻ ഇച്ചിരി ഇടത്തുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കഷ്ണവും കൂടി ഇടാം. തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇടാം. എന്നിട്ട് ഇതിനകത്തോട് നമുക്ക് കുറച്ച് വെള്ളം, വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ്, ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 2ാം തേങ്ങാപ്പാലില്ലേ അത് ഒഴിച്ചാലും കുറച്ചുകൂടെ രുചിയാ. 2ാം തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ല. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഇച്ചിരി ഒരു മടിയുള്ള കൂട്ടത്തിലായിരുന്നു, അന്നേരം പിന്നെ ഞാൻ 1 പാലേ എടുത്തുള്ളൂ. 2ാം പാൽ ഒഴിച്ച് വേവിച്ചാലും ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം ഒഴിച്ച് അതങ്ങ് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മീനിടാം. മീൻ ഇടുന്നതിന് മുമ്പ് ഈ ഒഴിക്കുന്ന വെള്ളമായാലും ശരി, തേങ്ങാപ്പാലായാലും ശരി, നമുക്ക് എത്രയാ ഗ്രേവി വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ, വെള്ളമായാലും തേങ്ങാപ്പാലായാലും ചേർക്കാൻ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കാര്യവും കൂടെ ഉണ്ട്, അളവ് നോക്കുമ്പോൾ നമ്മൾ മീനിൽ നിന്നും ഒരു ഇച്ചിരി വെള്ളം വേവുമ്പോഴത്തേക്ക് അതും അപ്പം നമ്മുടെ കറി കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അതും കൂടെ നോക്കിയേച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇപ്പം ഞാനൊരു ഹാഫേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ബൗൾ നിറച്ച് തേങ്ങാപ്പാൽ ഇരിക്കുമല്ലേ, അന്നേരം പിന്നെ ഒത്തിരി ചാറൊന്നും വേണ്ടല്ലോ. ഞാനിപ്പോൾ എൻ്റെ ഈ ഒഴിച്ച വെള്ളം തിളച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ മീനിടാൻ പോവാം. ഇപ്പം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചേച്ച് നമ്മുടെ മീൻ എന്നാ പറഞ്ഞ ആ അരപ്പിലൊക്കെ ഒന്ന് നല്ലോണം പിടിക്കണം. പിന്നെ കുറച്ച് അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നേരത്തെ ഞാൻ കുറച്ച് കറിവേപ്പില നിങ്ങളോട് പറയാതെ ഇട്ട എന്നാന്ന് വെച്ചാൽ ഏത് നേരവും കറിവേപ്പില ഇടുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇറിറ്റേഷൻ വന്നാൽ എന്നാ ചെയ്യല്ലേ. പക്ഷെ അങ്ങനെ തോന്നരുത്, പ്രത്യേകിച്ച് കറിവേപ്പിലോട് തോന്നരുത്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില ഇടാൻ കേട്ടോ. അതുകൊണ്ട് എന്നോടും ഇറിറ്റേഷൻ തോന്നരുത്. ഞാൻ ഇനി നിങ്ങൾ ഇറിറ്റേഷൻ തോന്നിയാലും ഞാൻ ഇട്ടു പോവും, എന്നാ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് അത് മാത്രം എനിക്ക് വേണ്ടി ഒരു എക്സ്ക്യൂസ് തരിക. അപ്പം നമ്മൾ മീനെല്ലാം ഇട്ടു, അതിന് അരപ്പ് പിടിക്കണം. ഈ ബേസിക്കലി നമ്മളോടൊക്കെ അമ്മമാര് പറഞ്ഞു തരും എന്നറിയോ, ഒരുപാട് നേരം അപ്പന്മാരോട് കിന്നാരം ചോദിക്കാൻ ചെല്ലാൻ അപ്പന് ദേഷ്യം വരുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്ന കറി എന്നാണെന്നറിയാലോ, ഫിഷ് പപ്പാസ. അതുകൊണ്ട് നമ്മുടെ ഈ പപ്പ കറിയേയും കൂടെ ഒരുപാട് ഉപദ്രവിക്കാതെ സമാധാനത്തിരുന്ന് വേവാൻ കൊടുത്താൽ അത് നല്ലൊരു കറിയായിട്ട് കിട്ടും. നമ്മുടെ എന്നാ പറയുന്ന കറി മനസ്സമാധാനത്തോടെ, അപ്പനോട് അധികം കിന്നിരിക്കാനൊന്നും ഇടയ്ക്ക് പോയിട്ടില്ല, നല്ല സമാധാനമായിട്ട് വേവ് കാണൂ. കണ്ടോ, ആ മീനയിലൊക്കെ ആ ചുമന്ന നിറം അങ്ങോട്ട് നല്ലതായിട്ട് പിടിച്ച് ആ മണം നോക്കിയേ, എന്നാ നല്ല മണമെന്നറിയാം. ഇപ്പം തന്നെ ചോറുണ്ടാലോ എന്ന് ആലോചിക്കുക. തേങ്ങാപ്പാലൊക്കെ പിന്നെ എന്ന് ചിന്തിക്കും ഈ മണം കേൾക്കുമ്പോൾ തന്നെ, കേൾക്കല്ല മണക്കുമ്പോൾ തന്നെ കേട്ടോ. ഇനി ഈ തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഈ തിളച്ച സമയത്തിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് അപ്പനെ ശല്യപ്പെടുത്തി. എന്തിനാണെന്നറിയോ, ഉപ്പും പുളിയൊന്നും നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കണക്കിന് ഉപ്പും പുളിയും കണക്കാന്നു. ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പം അത് കറക്റ്റായിരിക്കും. ഇനി ഇതിനകത്തോട്ട് കട്ടി തേങ്ങാപ്പാലാണേ. സ്പൂണിട്ട് അധികം ഇളക്കാൻ പാടില്ല മീൻകറി. പക്ഷേ എന്നാന്ന് വെച്ചാലേ എനിക്ക് അത്ര കൈവാക്ക് പോരാ. പക്ഷെ എന്നാലും ഞാൻ മീൻകറി ചട്ടി ഇങ്ങനെ പിടിച്ച് ഇളക്കും കേട്ടോ.
ഇനി അധികം ഉപദ്രവിക്കേണ്ട. ഇത് ഇച്ചിരി ഒന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മറക്കരുത് ഇച്ചിരി കൊണ്ട് കറിവേപ്പില അങ്ങ് ഇട്ടോ. കറിവേപ്പിലയുടെ ഒരു മണം പ്രത്യേക ഒരു മണം തന്നെയാട്ടോ. മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ആ മീനേലും ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഉച്ചയ്ക്ക് ആ ചോറുണ്ണാൻ നേരം എടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ പച്ചക്കറി കറികൾ വെക്കാവുള്ളൂ. മീനും ഇറച്ചിയും ഒക്കെ വേണം ആദ്യം വെച്ച് ആ ചട്ടിയെ വെക്കാൻ. വിളമ്പാൻ നേരം ഒന്നുകൂടെ ചൂടാക്കി എടുക്കുവാണെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഇപ്പം എൻ്റെ മീൻകറി നല്ലതായിട്ട് തിളച്ചു. ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. പിന്നെ നമ്മൾ ബാക്കി മീൻകറി ഒന്നും വെക്കുന്ന പോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി എണ്ണയൊന്നും ഒഴിക്കണ്ട. അതങ്ങനെ തന്നെ അപ്പൻ അവിടെ സമാധാനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഉണ്ണാൻ നേരം വിളിച്ചാൽ മതി ഉണ്ണാനായിട്ട്, അല്ലേ? അതല്ലേ നല്ലത്. അപ്പം അപ്പനും ഇറിറ്റേഷൻ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒതുക്കണം. ഇന്ന് നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഇതിൻ്റെ കൂടെ അപ്പമാണ്. അപ്പം ഇച്ചിരി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇച്ചിരി സമയമൊക്കെ വേണ്ടേ. പിന്നെ മാത്രമല്ല, ഇന്ന് കുറേ ദിവസം കൊണ്ട് നമ്മൾ ഗസ്റ്റിനെ മെൻഷൻ ചെയ്യുന്നില്ല. അവരൊക്കെ എങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നോട് പറയുന്നതെന്നറിയോ, കറിയുടെ മണം കേട്ടേച്ചിങ്ങി വേറെ ഒന്നും നോക്കാതെ ഇങ്ങനെ പോരുവാന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ പറ്റി പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പറ്റി ഒന്ന് പറയാനോ ഒന്നും ഒത്തില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു ഇച്ചിരി സമയം കിട്ടി കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ സരയു മോഹനാണ് വരുന്നത്. അറിയാം ഇപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ സന്ധ്യ സമയത്തൊക്കെ ഒത്തിരി നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഓടിപ്പാറി നടക്കുന്ന ഒരു കുഞ്ഞാണ്. ശരിക്കും സിനിമയിലും സീരിയലിലും ഒക്കെ പ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റാണ്. അത് വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷേ ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ, കുഞ്ഞിങ്ങി വരികയും ചെയ്യും, എൻ്റെ അപ്പം ചട്ടി കിടക്കുകയും ചെയ്യും. ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കുകയും വേണം, എനിക്ക് പ്രസൻറ്റ് ചെയ്യുകയും വേണം. ഒന്ന് ചെയ്തോട്ടെ. എന്തായാലും മീൻകറി ഞാൻ എൻ്റെ പാത്രത്തിലോട്ട് വിളമ്പി വെച്ച് ഈ ചട്ടിയും കൂടെ ഒന്ന് കഴുകാൻ വെച്ചതിന് ശേഷം മനസ്സമാധാനമായിട്ട് നമ്മുടെ അപ്പം ഉണ്ടാക്കാം കേട്ടോ. മീൻകറിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഒക്കുകയില്ല. മാക്സിമം 2 കറിവേപ്പില ഇടാനേ ഒക്കത്തുള്ളൂ. പിന്നെ മീൻകറിയുടെ മണം വരുമ്പോണ്ടല്ലോ ഡെക്കറേഷനൊക്കെ പിന്നെ ചോറാ ഫസ്റ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ബ്രേക്കിനകത്ത് തന്നെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ പ്ലേറ്റിലാക്കി കഴിഞ്ഞു. മീൻകറി നേരത്തെ നമ്മൾ കണ്ടതല്ലേ, ഞാൻ മീൻകറി നമ്മുടെ പാത്രത്തിലോട്ടാക്കി. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞു കൂടിപ്പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല, കറിവേപ്പില ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനൊരു ടൊമാറ്റോ വച്ചിട്ടുണ്ട്. ഇതാരിത്? വരൂ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. എന്താണ് ഇവിടെ ഇത്ര വെപ്രാളം? ആനിസ് കിച്ചണിൽ വന്ന പിന്നെ എന്താ എന്റെ തമ്പുരാനെ. സന്തോഷമുണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിപ്പോ കുറച്ചു നേരം നടച്ചു വെച്ചേക്കട്ടെ. വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് ഇത് വല്ലതും നടന്നു പോയാൽ നടക്കുകയല്ല, പിന്നെ വിശേഷം ഒന്നും ചോദിക്കാൻ വെക്കുകയല്ലോ. ഇപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞതേ ഉള്ളൂ, സരയു ഇങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പൊ എന്താ പറയാ, സന്ധ്യ സമയത്തൊക്കെ ഓട്ടിക്കളിച്ച് നടക്കുക എല്ലാ വീട്ടിലും അല്ലെ. എല്ലാരും ഇപ്പൊ കണ്ടോണ്ടിരിക്കുക സരയുവിനെ അല്ലെ. ഭയങ്കര എന്താ പറയാ എനർജറ്റിക് ആയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രേക്ഷകരുടെ ഇടയിൽ ഇങ്ങനെ ഓടി ജീവിച്ചു പോകുന്നു. അയ്യോ അങ്ങനെയൊന്നുമില്ല, എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി ഇപ്പം അല്ലേ. എന്റെ അമ്മയൊക്കെ നിത്യം ഒരു സീരിയലൊക്കെ കാണുന്ന ആള് തന്നെയാ ഏട്ടന്റെ അമ്മ അല്ലേ. സിനിമ കാണുമ്പം ഒരു അകൽച്ച ഉണ്ടായിരുന്നു ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ. ഇപ്പൊ എല്ലാവരും വന്ന് വളരെ സ്നേഹത്തോടെ ഫ്രീ ആയിട്ട് പെരുമാറാണ്. സത്യ നമ്മുടെ വീട്ടിലൊരു കുട്ടി നേരത്തെ ഇങ്ങനെ സീരിയൽ ആക്ട്രസ് അങ്ങനെ ഇന്റർവ്യൂലൊക്കെ പറയുമ്പോൾ വിചാരിച്ചു ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അത് ഞാൻ റിയൽ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തരികയല്ലേ അല്ലേ. നമ്മുടെ ഒരാളായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു മാറ്റി നിർത്തുന്നില്ലല്ലോ അല്ലെ. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. പ്രായമായ ആൾക്കാരൊക്കെ നമ്മളെ അടുത്തറിയുന്നതും നമ്മളോട് എന്നൊരു കൺസേൺ ഒരു പാമ്പറിങ് ഒക്കെ കിട്ടും അല്ലെ. സത്യവാ, അത് നമ്മുടെ പ്രേക്ഷകർ എത്രയായാലും നല്ല ആൾക്കാരായി. ഇന്നും ഈ പറഞ്ഞ കൂട്ട് എന്നെയൊക്കെ എന്തോരാ സ്നേഹിക്കുന്നത്. അതിന് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല, പക്ഷെ എന്നാലും ആ സ്നേഹം ഉള്ള കാലം അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഈ പറഞ്ഞോട്ട് സരയുവിന്റെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ ആദ്യം ഞാൻ ഈ ഭക്ഷണം തരികയില്ല, വിശേഷമൊക്കെ ചോദിച്ചിട്ട് എന്നിട്ടൊക്കെ തരത്തുള്ളൂ. മുഖമൊക്കെ മാറി, പക്ഷെ ഹെൽപ്ലെസ് ആ, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പൊ എവിടെയാ വർക്ക് നടക്കുന്നുണ്ട്? ഇപ്പൊ സീരിയലിന്റെ ഷൂട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയിൽ ഓടി പോന്ന ഇപ്പൊ എവിടെയാ ലൊക്കേഷൻ? എവിടെയാ? തൊടുപുഴയാണ് അതിന്റെ ലൊക്കേഷൻ. ഓ അത് ശരി, നല്ല സ്ഥലം. അത് നല്ല സ്ഥലമാണ്. സാധാരണ ഒന്നല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ തൊടുപുഴ നല്ല സ്ഥലമാണ്. അങ്ങനെ കുഴപ്പമില്ല, നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലെ. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. ഈ പച്ചപ്പ് പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കൂല,
അവിടെ ഇരുന്നേ ചോദിക്കുള്ളൂ. അത് മോള് പ്രതീക്ഷിക്കണ്ട, വരൂ നമുക്ക് അവിടെ ഇരുന്ന് ആഹാരവും കഴിച്ച് വർത്താനം പറയാം. അതല്ല ഏറ്റവും നല്ലേ, അന്നേരം മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ തോന്നും. പെങ്കോച്ചല്ലേ, ചുമ്മാ പോണ്ട, ഇതും കൂടെ പിടിച്ചോണ്ട് പോകും. പണി കിട്ടി. നിത്യം പെമ്പിളാരാണെങ്കിലേ അമ്മമാര് ചെയ്യിപ്പിക്കുന്നില്ല, നീ ചുമ്മാ പോവല്ലോ, ഇതും കൂടെ കൊണ്ടുപോയിക്കോ അല്ലേ. എന്നാലേ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടല്ലേ എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ അടുക്കള. അപ്പൊ റൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇരിക്കും. താങ്ക് യു. ഇപ്പൊ എന്തായാലും ഞാൻ തരൂല, എനിക്ക് വിശേഷം മുഴുവൻ കൊതിപ്പിച്ചിരുത്തിയേച്ച് വിശേഷമായി ലാസ്റ്റേ തരുള്ളൂ. കഷ്ടാണത്. ഇപ്പൊ ഞാൻ ശരിക്കും അവിടെ നിന്ന് തന്നോട് ഒരു കാര്യം ചോദിച്ചു, പച്ചപ്പിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ പച്ചപ്പ് ഒരു ഗ്രീനറിയോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് അല്ല എപ്പോഴും? ശരി ഉണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാളില് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ചോറ്റാനിക്കരയാണ്. പക്ഷെ ഞാൻ കുഞ്ഞുനാളിലെ ചോറ്റാനിക്കര വേറെ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിട്ട് പിന്നെ ഞാൻ എറണാകുളത്തേക്ക് പോയി. അപ്പോൾ ഏറ്റവും കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഓടിട്ട വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ വിഷ്വൽസ് ഫുള്ള് എനിക്ക് ഇപ്പോഴും അതേപോലെ ഓർമ്മയുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്നൊരു കാര്യം ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി, പിന്നെ കല്ല് വെച്ചിട്ടുള്ള വഴി, സൈഡിലുള്ള പായൽ പിടിച്ച മതില്, ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കുളം, പിന്നെ മൂവാണ്ടൻ മാവ്, അവിടെ മുറ്റത്ത് മാവ് വേണം. മാവ്. അപ്പം അവിടെ നിന്ന് അതിന്റെ സ്മെല്ല്, കുളം, പിന്നെ എന്താ പറയാ ഈ മൈലാഞ്ചിയുടെ ഒരു ചെടി, മഷിത്തണ്ട്, ഇതെല്ലാം ഉള്ളൊരു വീടായിരുന്നു അത്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് നടക്കായിരുന്നു അവിടെ. അച്ഛനും അമ്മയും കുഞ്ഞുനാളിലെ അവള് മണ്ണിലൊക്കെ കളിച്ച് വളരട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്ര പ്രകൃതിയെ ഇത്രയും ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കും താൻ ഒരു ഷോർട്ട് ഫിലിം തന്നെ അതിനെ ബേസ് ചെയ്ത്. പിന്നെ എനിക്കത് മിസ്സായി. ഞാൻ എറണാകുളത്തേക്ക് പോയപ്പോ ഇതൊന്നും ഇല്ലാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വീട്ടിലും റോഡിന് നടുക്ക്. അപ്പം ആ പ്രായമല്ല, അപ്പൊ ഭയങ്കര സങ്കടമായി എനിക്ക്. പുറത്തിറങ്ങാൻ പറ്റില്ല, കളിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വീട്ടിൽ കുറെ പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഈ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പൻ താടിയൊക്കെ മരം, മഞ്ചാടിയുടെ ഒരു മരം, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇതെല്ലാം മിസ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് പറിച്ച് എറണാകുളത്തേക്ക് പോയപ്പോൾ ഭയങ്കര സങ്കടമായി. അന്ന് മുതൽ എനിക്ക് പച്ചപ്പ് അല്ലെങ്കിൽ പഴമ എന്ന് പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ലൊക്കേഷനിൽ പോയാൽ ഞാൻ കുറച്ച് പ്രായമായിട്ടുള്ള മുതിർന്ന ആക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ പോയി പഴയ കഥകളൊക്കെ കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പത്തെ ജനറേഷനിലുള്ള പിള്ളേര് ഇങ്ങനെയൊക്കെ പഴമ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞ റയർ പീസാട്ടോ. ഔട്ട്ഡേറ്റഡ് ആണ് ആക്ച്വലി. എന്നിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ ആലോചിച്ച് വന്നപ്പം ഞാനൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സിഗ്നലിൽ പച്ച വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കണം. അപ്പൊ ഞാൻ ഇപ്പുറത്തെ ഒരു ഫ്രണ്ടിനെ നോക്കിയപ്പോൾ അവള് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യാണ്, ചാറ്റിന്റെ പച്ച സൈൻ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇതാണ് ഇപ്പൊ എല്ലാവരും ലൈഫിലെ പച്ച എന്ന് പറയുന്നത്. അതല്ലാതെ ബാക്കി കുറെ പച്ചകൾ, കേരളത്തിന്റെ സ്വന്തമായ കുറെ പച്ചകൾ മിസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ചെയ്തൊരു അറ്റംപ്റ്റ് ആണ്. പിന്നെ എനിക്കൊന്ന് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് തുടക്കം കുറിക്കണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ ആരാ ചെയ്തത്? ഞാൻ തന്നെയാ. ഓ അത് ശരി, മെഡിക്കാന്നല്ലോ. ഇപ്പൊ ഡയറക്ഷൻ ഒക്കെ ഈ പറഞ്ഞ കൂട്ട് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ? ഞാൻ ആക്ച്വലി ഒരു പാമ്പേർഡ് ഡയറക്ടർ ആയിരുന്നു പറയാം. കാരണം അതിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അതിൻ്റെ ക്യാമറ ആയാലും ഇപ്പം എനിക്ക് വോയിസ് ഓവർ തന്നത് ഭാമയാണ്. അതിലൊരു സോങ് പാടിയത് അനന്യയാണ്. ഒരു ലിറിക്സ് എഴുതിയത് ഹരി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. ക്യാമറ ചെയ്ത ഫാസിൽ എന്ന് പറഞ്ഞ സുഹൃത്താണ്. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അപ്പം ആ ഒരു ടീമിൻ്റെ കൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ലിൻസൺ ആന്റണി എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിന് വളരെ വലിയൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ 5 മിനിറ്റ് മാത്രമുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഫീൽഡിൽ വന്നിട്ട് കുറെ നാളിന് ശേഷമല്ലേ? ഞാനിപ്പോ ചെയ്തിട്ടൊരു 3 വർഷം ആവുന്നതേ ഉള്ളൂ. 3 വർഷമായിരുന്നല്ലോ. ഓക്കെ. ഇപ്പം സാറി ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഫിലിമിലേക്കാണോ സീരിയലിലേക്കാണോ ആദ്യം വന്നത്? ഞാൻ സീരിയൽ ആദ്യം ചെയ്തത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സീരിയലാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയും സമ്മതിച്ചോ? അവര് അങ്ങനെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതാണ് ഫീൽഡ് എന്നൊന്നും പ്ലാൻ ചെയ്തിരുന്നത്. എനിക്ക് ജേർണലിസ്റ്റ് ആവാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോ ലിറ്ററേച്ചർ പഠിക്കണം, അത് കഴിഞ്ഞ് ജേർണലിസത്തിൽ PG ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര പ്ലാനിങ്ങിന്റെ ആളാണ്. അപ്പൊ പിന്നെ ബാക്കി ഭാവിയൊക്കെ ചോദിക്കാം. പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ആ റൂട്ടിലൊക്കെ പ്ലാൻ ചെയ്ത് പോവായിരുന്നു. പക്ഷെ പ്ലാനിങ് മുഴുവൻ തെറ്റി. +2 വെക്കേഷൻ ആയപ്പോഴാണ് ഞാൻ ഈ സീരിയൽ ചെയ്യണത്. പിന്നെ കോളേജ് ആയപ്പോൾ ഞാൻ വീണ്ടും ഡിസ്കണ്ടിന്യൂ ചെയ്ത് 2 മാസമേ ചെയ്തുള്ളൂ. കോളേജിൽ പഠിക്കാൻ പോയി. പിന്നെ ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഞാൻ കപ്പൽ മുതലാളി എന്ന് പറഞ്ഞിട്ടൊരു മൂവി പിഷാരിയുടെ കൂടെ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ പിന്നെ ഈ ട്രാക്കിലായി.
പിന്നെ ആ ട്രാക്കിലോട്ട് അങ്ങ് വീണു. അതെ, ഇഷ്ടല്ലേ? അപ്പം അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ മരിച്ചിട്ട് 3 വർഷം ആവുന്നു. അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛന് ഇഷ്ടമായിരുന്നു. ഡയറക്ട് ചെയ്ത പടമൊക്കെ കണ്ടോ? ഡയറക്ട് ചെയ്തതിനു ശേഷം അത് അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്താണ് ഞാൻ കൊണ്ട കാണിക്കുന്നതൊക്കെ. അച്ഛൻ ഭയങ്കര സന്തോഷം. എത്രയായാലും മോള് മിടിക്കായി വരുന്ന കാണുമ്പോ എത്രയായാലും അച്ഛനും അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. സാരി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും അല്ലേ, ഈച്ച് ആൻഡ് എവറിത്തിങ് അല്ലേ? അപ്പൊ ഈ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്യേണ്ടതൊക്കെ ഒരു നല്ലൊരു ക്യാരക്ടർ വന്നിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക്. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ? ഹോംവർക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും കുറെ മാനറിസംസ് നമുക്ക് കിട്ടുമായിരിക്കും, ഒരു വേ ഓഫ് ടോക്ക് നമുക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യമായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് വെക്കും. പക്ഷെ ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കിട്ടാറില്ല. അപ്പൊ നമ്മള് കുറച്ചൊന്ന് ആ സാധനം രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മളൊരു ഷോർട്ടിൽ ചെയ്തിട്ട് ഇത് കാര്യമില്ലല്ലോ. ഇപ്പം പറഞ്ഞ സ്ഥിതിക്ക് സരിവാണെങ്കിൽ ഡയറക്ഷൻ അറിയാം, സ്ക്രിപ്റ്റ് ചെയ്തു, പഠിച്ചില്ലേ? ഡയറക്ഷൻ ശ്രമിച്ചു. ഓക്കെ. പിന്നെ ആക്ടറായി, പിന്നെ സ്ക്രിപ്റ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്തതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കംഫർട്ടായിട്ട് സരിന് തോന്നിയത് ഏതാ? എഴുത്ത്. സ്ക്രിപ്റ്റാ ബെസ്റ്റ്? സ്ക്രിപ്റ്റ് എന്നല്ല, എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. കഥകളൊക്കെ എഴുതാറുണ്ട്. ഓ ശരി. ഇപ്പം ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ട്? അപ്പൊ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. ദൈവമേ, ചില്ലറാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ എഴുതിയ ബുക്ക് എന്തിനെ കുറിച്ചിട്ടുള്ളതാ? അത് ആക്ച്വലി ഒരു 10 ഷോർട്ട് സ്റ്റോറീസ് ആണ്. 10 കവിതകളും ഉണ്ട് അതില്. അതിന്റെ ഒരു കളക്ഷനാണ്. ഓക്കെ. ഞായറാഴ്ചകളെ സ്നേഹിച്ച പെൺകുട്ടി. ഞായറാഴ്ചകളെ സ്നേഹിച്ച പെൺകുട്ടി റിലീസായില്ല? റിലീസ് ചെയ്തിരുന്നു. അത് കാവ്യയും വിജയബാബുവും കൂടെ റിലീസ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും വായിക്കണം. അതെ, ചില്ലറ മെഡിക്കുന്നല്ല ചേച്ചിക്ക് ഞാൻ ഒരു കോപ്പി തരാം. അതന്നെ, അങ്ങനെ ഒരു ടൈറ്റിൽ വന്ന് ഞായറാഴ്ച മാത്രം, ബാക്കിയില്ലേ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഒക്കെ ഉണ്ട്. അത് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ടൈറ്റിൽ. അതില് അതെന്താന്ന് വെച്ചാല് ചേച്ചി ഒരു ഞായറാഴ്ചയാണെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കില്ലേ? ആണെന്ന് പറ. അമ്മേ, അത് തന്നെയാണ് എന്റെ കഥ. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ജനിച്ചു, സ്കൂളിൽ പോകുമ്പോൾ ഞായറാഴ്ച ക്ലാസ് ഇല്ലാത്ത ദിവസം ഹാപ്പിയായി. ആ പെൺകുട്ടിയുടെ വ്യൂ പോയിന്റ്, ഒരു പെൺകുട്ടിയുടെ വ്യൂ പോയിന്റ് ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞു, ഒരു ഡാൻസ് ക്ലാസ് അങ്ങനെയൊക്കെ വന്നു. അത് അവൾ എൻജോയ് ചെയ്യുന്ന ദിവസം. കുറച്ചുകൂടെ വലുതായി, അവൾ കോളേജിലെത്തി, ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകുന്ന ദിവസം. അവൾക്ക് ജോലി കിട്ടി, ജോലി ഇല്ലാത്ത ദിവസം. ഒരു ലവർ ഉണ്ടെങ്കിൽ ലവറുടെ ഒപ്പം ഒരു പുറത്ത് പോകുന്ന, ഒരു സിനിമയ്ക്ക് പോകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ അവൾക്ക് ഞായറാഴ്ച ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെ കല്യാണം കഴിഞ്ഞു. കല്യാണം ഒട്ടുമിക്ക കല്യാണങ്ങൾ പോലെ തന്നെ ഒരു ഞായറാഴ്ചയായിരുന്നു കല്യാണം. അത് കഴിഞ്ഞു. ആദ്യത്തെ കുറേ ഞായറാഴ്ചകൾ ഭയങ്കര രസമായിരുന്നു. ഞായറാഴ്ച ഔട്ടിങ്ങിന് പോവും, കറങ്ങാൻ പോവും, ബന്ധുക്കളുടെ വീട്ടിൽ പോവും, എല്ലാം കഴിഞ്ഞു. കുട്ടികളായി. കുറച്ച് ഞായറാഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച നല്ലതായിരുന്നോ? അതാണ് ചോദ്യം. അതാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ വന്ന് പെൺകുട്ടികളുടെ ലൈഫിൽ മാത്രം ഞായറാഴ്ചകൾ പിന്നെ ഇഷ്ടമല്ലാതെ ആവുകയാണ്. പ്രസന്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ പെൺകുട്ടികൾ എന്തോരം സെക്യൂർ ആണ് നമ്മുടെ കേരളത്തിൽ? കേരളത്തിൽ നിന്നല്ല, പൊതുവെ പെൺകുട്ടികൾ സെക്യൂർഡ് അല്ല. പക്ഷെ എല്ലാവരും, നമ്മളിപ്പോൾ പണ്ടൊക്കെ പറയും സിനിമയിൽ വന്നാൽ പ്രശ്നമാണെന്ന് പറയും. പക്ഷെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളത് സിനിമയിലാണ്. വേറെ ഒരു ജോലിയില്ല. നമുക്ക് ടിക്കറ്റ്സ് എടുത്ത് തന്ന് നമ്മളോട് വരൂ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമുക്ക് റൂം തന്ന്, നമുക്ക് ഭക്ഷണം തന്ന്, നമുക്ക് വേണമെങ്കിൽ അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുപോകാം, ഡ്രൈവറെ കൂടെ കൊണ്ടുപോകാം, അസിസ്റ്റന്റിനെ കൊണ്ടുപോകാം. ഇത്രയും ആൾക്കാരുമായിട്ടൊരു ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ജോലിയിലും ലോകത്ത് അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോകുന്ന സിസ്റ്റം ഇല്ല. ശരിയാണ്, അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് അതിൽ ഐറണി. എല്ലാവരും പറയുന്നത് സിനിമയിൽ വന്നാൽ പ്രശ്നമാണ്, സിനിമയാണ് ഏറ്റവും സെക്യൂർഡ്. അതല്ലാതെ റിയൽ ലൈഫിൽ ഒരു ബസ് കയറി ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി അവിടെ ഇൻസെക്യൂർഡ് ആണ്. കാരണം ഒരു ഓഫീസിൽ എന്തായാലും അപ്പനും അമ്മയും കൊണ്ട് ഇരുത്തിയേച്ച് ഒരിക്കലും സാധിക്കില്ല. അവളുടെ യാത്ര എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരിക്കും. അതും നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ കൃത്യമായ ടൈമിങ്ങിൽ അല്ലെങ്കിൽ ഒരു സെക്യൂർ ടൈമിങ്ങിലായിരിക്കില്ല അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ റിയൽ ലൈഫിൽ സെക്യൂർഡ് ആവണമെങ്കിൽ ഒരു പെൺകുട്ടി എന്തൊക്കെ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവണം. ഇപ്പം ഞാൻ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളാണ്, വളരെ പാമ്പേർഡാണ്. പക്ഷെ അതേ സമയം തന്നെ എനിക്ക് ഒരുപാട് ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. ഞാൻ 8th NCCയിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ NCC ക്യാമ്പ് മുതൽ ഇങ്ങോട്ട് ഞാൻ എൻ്റെ യാത്രകളൊക്കെ ഒട്ടുമിക്ക യാത്രകളും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അലേർട്ടാവും. നമ്മൾ അച്ഛനമ്മയുടെയും കൂടെ വളരെ സെക്യൂർഡായിട്ട് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ അന്വേഷിക്കില്ല. ഇറങ്ങേണ്ട സ്റ്റോപ്പ് ചെയ്താന്ന് പോലും അറിയാണ്ട് കയറിയിരിക്കുന്ന കുട്ടികളുണ്ടാവും. അച്ഛൻ ഇറങ്ങി നമ്മൾ ഇറങ്ങി, അമ്മ കയറി നമ്മൾ കയറി, ഏത് ബസ്സാ അറിയില്ല. അപ്പം അതിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കറേജ് വരും, കുറച്ചുകൂടെ നമ്മൾ അലേർട്ടാവും.
കുറച്ചുകൂടെ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കും. ശരിയാ, ഈ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. പക്ഷെ നമ്മുടെ പഴമയോട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരോടോ അല്ലെങ്കിൽ ആരോടോ പറഞ്ഞാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർ അംഗീകരിക്കില്ല. അതും സത്യമാണ്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞു. അവർ പറയുന്നത് എന്താ, നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനും അതല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ അച്ഛനും അമ്മയും വളരെ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുത്തശ്ശിയുടെ കൂടെ ഒന്നും അല്ല വളർന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു ഫ്രീഡം ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. കുറച്ചുകൂടെ അവരുടെ ഒരു പേടി ഉണ്ടാവുമായിരിക്കാം. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഇവിടെ. ഏത് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ ആളെ കിട്ടും എന്നുള്ളത് അറിയില്ല. ഞാൻ ട്രെയിനിൽ ചെയിൻ വലിച്ചിട്ടുണ്ട്, നിന്നിട്ട് പോയി സ്ലോ ഡൗൺ പോലും ആയിട്ടില്ല ട്രെയിൻ. വനിതാ കമ്പാർട്ട്മെന്റിൽ, അത് കൊള്ളാലോ, വനിതാ കമ്പാർട്ട്മെന്റിൽ ഞാൻ ചെയിൻ വലിച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് തട്ടിപ്പേർപ്പാടാത് തട്ടിപ്പോ ചേച്ചി. അത് ശരി, ഇതിലൊരു എഫക്റ്റ് പോലും ഇല്ലെന്നേ. വണ്ടി അറ്റ സ്പീഡ് സുഖമായിട്ട് പോയി. സ്പീഡ് കൂടിയോ? ഇനി അത് നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്ന് നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെയിൻ വലിച്ചത്, ഒരാൾ കയറാൻ നിൽക്കുന്നത് കണ്ടിട്ട്. ട്രെയിൻ പോയി, അയാൾ കയറിയില്ല, ട്രെയിൻ പോയി, സ്ലോ ഡൗണും ആയിട്ടില്ല, ഒന്നുമില്ല. അതിൽ ആരും അറിഞ്ഞിട്ട് പോലുമില്ല ചെയിൻ അവിടെ വനിതാ കമ്പാർട്ട്മെന്റിൽ ചെയിൻ വലിച്ചു എന്നുള്ള കാര്യം. അതാ, അപ്പൊ എന്തായാലും ഞാനൊരു കാര്യം പറയാം. നമ്മൾ പറയുന്ന ഒരു 1 way 50% ഞാൻ സമ്മതിക്കാം. ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന കൊള്ളാം. പക്ഷെ 50% അവരങ്ങനെ നടന്നാൽ പോലും. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ ചേച്ചി, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ വളരെ സംഭവമാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ആവരുത് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ആ ഇൻഡിപെൻഡൻസി വേണം. പക്ഷെ ഒരിക്കലും അത് ഞാൻ വളരെ ബോൾഡാണ്, ഞാൻ ന്യൂ ജനറേഷനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലും അതിന് വേണ്ടിയിട്ടുള്ള യാത്രകളും അത്രയും സംസാരവും ആകുമ്പോഴും വേറൊരു പ്രശ്നം കൂടിയാണ്. കുറച്ച് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എല്ലാവരും റിബലാണ്, എല്ലാവരും ഭയങ്കര അവകാശവാദങ്ങൾക്ക് വേണ്ടി സംസാരിക്കലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. ചിലപ്പോഴൊക്കെ തോന്നുന്നു അത്രയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല എത്ര പേര് എന്നോട് യോജിക്കും എന്നുള്ളത്. ഇപ്പം ആ പഴമയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം. എനിക്ക് ഒരു പൊടി പുരുഷന് താഴെ സ്ത്രീ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, ഏറ്റവും നല്ലത്. അതാണ് സേഫ്. അതെ, സേഫ് എന്ന് മാത്രമല്ല, അതാണ് നമ്മുടെ രീതി, അതിന്റെ റേഷ്യോ അതാണ്. കറക്റ്റ്, എനിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. അപ്പം അങ്ങനെ നിൽക്കുന്നിടത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ കുറവാണ്. അപ്പം സ്ത്രീ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി വിഷമിക്കുന്ന പോലെയാണ്. ആവാൻ പാടില്ല അല്ലേ? എന്തിനാണ് ഫെമിനിസം? ഈക്വാലിറ്റി വരട്ടെ, അത്രേ ഉള്ളൂ. അതെ, പക്ഷെ ഇക്വാലിറ്റിയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളെക്കാട്ടിലും എത്രയായാലും ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരു വയസ്സിന് അറ്റ്ലീസ്റ്റ് മൂത്തതായിരിക്കും. അവർ കണ്ട ലോകമായിരിക്കില്ലല്ലോ നമ്മൾ കണ്ടത്. അപ്പൊ എക്സ്പീരിയൻസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് അനുസരിച്ചെന്നും പറഞ്ഞ് തെറ്റൊന്നും സംഭവിക്കാൻ പോകും. അതെ, അനുസരിക്കുന്ന എന്തിനാ എന്ന് ചിന്തിച്ചാൽ തീർന്നു അവിടെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതാ, മിക്കവർക്കും എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അമിതമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അമിതമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഓടുന്ന പോലെ തോന്നുന്നു. ഇപ്പം അത്രയ്ക്കൊന്നും പ്രശ്നങ്ങളുടെ ആവശ്യമില്ല. എന്തിനെങ്ങനെ നമുക്ക് വേറെ എത്രയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ എല്ലാത്തിലും പുരുഷന്റെ മുകളിൽ നിൽക്കണമെന്ന് പറഞ്ഞ് തലൂടിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ മോളെ ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ, മോള് ഒരുപാട് കാര്യം പറഞ്ഞു, പഴമയുടെ കാര്യവും പറഞ്ഞു, ഇപ്പൊ പക്ഷെ ഡ്രസ്സിങ്ങിന്റെ കാര്യവും പറഞ്ഞു. ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ന്യൂ ജനറേഷൻ ഡ്രസ്സിങ് ആണ്. ഏതാ ലെഗിൻസ്, ഷോർട്സ്, ഇതൊക്കെ ഇട്ടേച്ചാ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പാറ്റേൺ കുട്ടികൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഇടുന്നോണ്ട് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കുഴപ്പമുണ്ടാക്കുന്നത്, മറ്റേ മറിച്ചാന്ന്. ഇയാളുടെ കാഴ്ചപ്പാട് എന്താ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ കംഫർട്ടബിള് നമ്മൾ ഡ്രസ്സ് ചെയ്യുക. നമ്മൾക്ക് കണ്ണാടിയിൽ ചെന്ന് ഓക്കെ ഐ എം ഗുഡ്, ഐ എം ബ്യൂട്ടിഫുൾ എന്ന് തോന്നാനുള്ള രീതിയിലായിരിക്കണം ഡ്രസ്സിങ്സ്. അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ട് ലുക്ക് ഷീസ് ഹോട്ട് എന്ന് പറയാൻ വേണ്ടി ആവരുത്. എല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവുമ്പോഴേ പ്രശ്നമുള്ളൂ. പക്ഷെ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നതെന്നുള്ളത് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, ഇപ്പൊ ഇതേമാതിരി ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും. ചേച്ചി, നമുക്ക് ഇവിടെ കുറച്ച് നാൾ മുമ്പ് എല്ലാവരും ചർച്ച ചെയ്തതാണ് നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പ്രശ്നം. ആ കുട്ടിയുടെ ഡ്രസ്സ് എന്തായിരുന്നു? എറണാകുളത്തൊരു ജോലിക്ക് പോയി ട്രെയിനിൽ സാധാരണ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത സാധാരണമായ ഒരു ചുരിദാർ എന്ന് പറയുന്ന ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് പോയിട്ട് ഒരു പെൺകുട്ടിയാണത്. അപകടത്തിൽപ്പെട്ട 2-3 പെൺകുട്ടികളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരൊന്നും മിനി സ്കേർട്ടോ ഷോർട്സോ സ്ലീവ്ലെസ്സോ ഒന്നും യൂസ് ചെയ്തിട്ടുള്ളവരല്ല. വളരെ സാധാരണയായി ഡ്രസ്സ് ചെയ്തിട്ടുള്ളവരാണ്. 3 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ നമ്മളിവിടെ ഉപദ്രവിച്ചു എന്ന് കാണുന്നു. ആ കുട്ടിയുടെ ഡ്രസ്സിങ് ആണോ കുഴപ്പം? അത് മെന്റാലിറ്റിയാണ്. എന്തായാലും ഇത്രയും ഒരു നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു കോച്ചിന് ഞാൻ ഇനിയും ആഹാരം കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ? ഫൈനലി പോയി, ഇംപ്രഷൻ മൊത്തം പോയി. അതാ ഞാൻ പറഞ്ഞു, അത്രയും വെപ്രാളുണ്ടെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. എഴുത്തുകാരിയൊക്കെ ഇങ്ങനെ ആവും, എല്ലാം കളഞ്ഞു വിളിച്ചു. അല്ല, ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. ഇങ്ങനെ തന്നെ വേണം. നമ്മൾ തന്നെ തന്നെ അല്ലേ, നമ്മുടെ മനസ്സിന് എന്താ ഉള്ളോ അതങ്ങ് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് എന്തായാലും കൊടുക്കാൻ പോവാൻ മാത്രം പറഞ്ഞാൽ മതിയല്ലോ.
ഞാൻ എന്തായാലും സമ്മതിച്ചു. എന്തായാലും ഈ പറഞ്ഞ പോലെ മനസ്സിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ലല്ലോ, ഓപ്പൺ അപ്പ് ആണ്. അതാ ഏറ്റവും നല്ലത്. താങ്ക് യു. ഓ, ഫിഷാണ് എനിക്കല്ലേ? അതെ, ഞാൻ ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ, മീറ്റ് കഴിക്കാറില്ല. ചിക്കനും ഒന്നും കഴിക്കാറില്ല. ഓക്കെ. ഏറ്റവും സങ്കടം ചേച്ചി കൂടെ കഴിക്കില്ല എന്നുള്ള കേട്ടോ. ഞാൻ വെള്ളം കുടിച്ചോളാം, പേടിച്ചിട്ടല്ല. ഡയറ്റിംഗ് ആണോ? ഒരു കുന്തം എന്നെ കണ്ട നാട്ടുകാരും പറയൂല, വീട്ടുകാരും പറയൂല ഡയറ്റിംഗ് ആണ്. ഒരു പ്ലേറ്റ് ചേച്ചി കൂടെ എടുക്കട്ടെ. എന്റെ പൊന്നു മക്കളെ, ഞാൻ വെള്ളം കുടിച്ചോളാം. എന്നറിയോ, സത്യം ഞാൻ പറയാം, ഞാൻ വേണേ ഒരു അപ്പം കഴിച്ചോളാം, ഇതിൽ നിന്ന് എടുത്ത് കഴിക്കണ്ട. നാട്ടുകാർ കണ്ട വിഷമം തോന്നുന്നു, അതാണ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്നത്. പക്ഷെ മോള് കഴിക്കും. ഈ കഴിച്ചിട്ട് ആദ്യം മീൻകറി എങ്ങനെ ഉണ്ടെന്ന് പറയും. അടിപൊളി, ഗംഭീരം. ഒരപ്പം മാത്രം ഇട്ടോ, എന്റെ കാര്യം ഞാൻ തരാട്ടോ, ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. പിന്നെ അതെങ്ങനെ ഇങ്ങനെ പിടിച്ച് ഞാൻ കഴിക്കണം അങ്ങനെ തന്നെയാ. എപ്പോഴും എന്നെ എല്ലാരും കളിയാക്കും. ഞാൻ മുറിച്ച് ഇതിൽ മുക്കി പതുക്കെ കഴിക്കുള്ളൂ. ആൾക്കാർ കഴിക്കുന്ന സ്റ്റൈലൊക്കെയാണ്. സരയുവിന് പാചകമൊക്കെ അറിയോ? അത്യാവശ്യം അറിയാം. വെജിറ്റേറിയൻ അത്യാവശ്യം അറിയാം. അമ്മ പഠിപ്പിച്ചു തന്നാന്ന്? സ്വന്തമായിട്ട് പഠിച്ചോ? അല്ല, അമ്മ പഠിപ്പിച്ചു തന്ന. ഇപ്പം മോളെ ശരിക്കും ഇത്രയും ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത്രയും പഴമേനോട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഭയങ്കര ഒരു എഴുത്തുകാരി, ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പ്രണയത്തെക്കുറിച്ച്, അതായത് പഴയ പ്രണയവും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രണയവും ഒക്കെ, അതിൻ്റെ ഒരു പ്യോറിറ്റി ഇല്ലേ, അതിനൊരു എന്താ പറയുക, മനസ്സിലായില്ലേ എഴുത്തുകാരിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, പ്രണയത്തിന് ഒരു പ്യൂരിറ്റി ഉണ്ട് ശരിക്കും. അതിനോടുള്ള ഒരു കാഴ്ചപ്പാട് മോളുടെ എന്താ? എനിക്ക് പ്രണയം ഇഷ്ടമാണ്. പ്രണയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഭയങ്കര പ്യോർ പ്രണയമായിരുന്നു. കാത്തിരുന്ന് കാത്തിരുന്ന് കെട്ടിയത് തന്നെയാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫോൺ വിളിയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ നിശ്ചയിച്ചു, കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് അതൊക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല. നിശ്ചയിച്ചൊക്കെ കഴിഞ്ഞ് വേറെ വഴിക്ക് പോയി 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2 വഴിക്ക് പോയിട്ടുണ്ടോ? ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു, പിന്നെ 1 year ഗ്യാപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് 1 year ഗ്യാപ്പ്, അത് കഴിഞ്ഞ് കെട്ടി. എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ചേച്ചിയുടെ പ്രണയം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയല്ലോ. പണ്ട് കുറച്ചുകൂടെ മെച്ചൂർഡായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പ്രണയം അല്ല, എന്ത് റിലേഷൻ ആയിരുന്നാലും കുറച്ചുകൂടെ ഒരു മെച്ചൂരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ആയില്ലേ, ഓക്കെ ശരിയാവില്ലേ, അടുത്ത ആള് എന്നൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റിയ പഴയ പ്രണയം തന്നെയാണ് ഇഷ്ടം. അതല്ലേ പണ്ടത്തെ ഷീലാമ്മയുടെയും സാറിന്റെ ഒക്കെ പ്രണയമൊക്കെ എന്നൊക്കെ പറയുന്നത് എല്ലാം പഴയതാ നല്ലത്. വേണുനാവൾ ചേട്ടന്റെ പ്രണയം, അതൊക്കെ ശരിക്കും അതിലൊക്കെയാണ് ശരിക്കും നമ്മൾ ആ ഒരു ലവ് എന്താണ്, ഒരു പ്രണയം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്നത്തെ പാട്ട് പോലും, അതാ ഞാനിപ്പോ പറയാൻ വന്നത്. സിനിമകള്, പാട്ടുകള്, ഇന്നൊന്നും ഒരു പാട്ടും കേട്ടാൽ എനിക്കൊരു വരിയൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. കേട്ടു, ഓക്കെ, വിട്ടു കളഞ്ഞു. പക്ഷെ അന്നത്തെ പാട്ട്, എനിക്ക് അന്നത്തെ പാട്ട് കേട്ടാൽ അതിന്റെ മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും, പഠിക്കും നമ്മള്. ഇന്നൊന്നും അറിയാത്ത അവസ്ഥയാണ്. പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലേ, ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അതായിരിക്കും ഇഷ്ടം. ഞാൻ എന്തായാലും 10-20 വയസ്സായ ആളെ പോലും എഴുതുകാരിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. അല്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എന്നെ പറയാൻ മോളെ, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എഴുത്തുകാരി ആകുമ്പോഴത്തേക്ക് അവരുടെ കാഴ്ചപ്പാട് ടോട്ടലി ഡിഫറെന്റ്. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, പഴയ സിനിമകളാണ് ഇഷ്ടം. പാട്ട് പാടോ? ഇല്ല, അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. തീരെ പാടാറില്ല. സത്യം, ഞാൻ പാടാറൊന്നുമല്ല, ആസ്വദിക്കാറില്ല. ഡാൻസ് കളിക്കാറുണ്ട്, ഡാൻസ് ഇഷ്ടം. ഇവിടെ വേണ്ടിട്ട് അടുക്കളല്ല, എന്റെ ചട്ടി ബാത്റൂമൊക്കെ പൊട്ടും വേണ്ട. പറയുമ്പോ കൊച്ചി ഇതിന്റെ മുകളിലൊക്കെ കേറി നിന്ന അയ്യോ വേണ്ട. അതുകൊണ്ട് പാട്ടും വേണ്ട, ഡാൻസും വേണ്ട, നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം. അതെ. രാഷ്ട്രീയം ഇഷ്ടമാണ്? രാഷ്ട്രീയം ഇഷ്ടമല്ല, അറിയാറില്ല, നോക്കാറില്ല. അപ്പൊ അവരെ പരാമർശിക്കാറുണ്ട്? ഇല്ല, അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പരാമർശിക്കാൻ ശരിയല്ലല്ലോ. അത് നന്നായി, സമാധാനം ഉണ്ടല്ലോ മനസ്സിന്. സത്യം. ഒന്നും കുറച്ചാള് മുമ്പ് അച്ഛനൊക്കെ ഉള്ള സമയത്ത് അച്ഛൻ എല്ലാ വാർത്തകളും കാണും. അപ്പൊ അച്ഛൻ എന്നെ പിടിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറയും. അച്ഛനെ വലിയൊരാളോട് ഡിസ്കസ് ചെയ്യുന്ന പോലെ എന്നോട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അന്ന് കുറച്ചൊക്കെ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കും, ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇപ്പത്തൊന്നും കണ്ടിട്ട് വലിയ ഐഡിയ കിട്ടാൻ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൂടെ ആ സമയത്ത്. സത്യം. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു ലീഡർ എന്ന രീതിയിൽ അവരുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ അവരെ സെലക്ട് ചെയ്ത് വിടുന്നത്. പക്ഷെ
എഴുത്ത് കാര്യം അല്ല, ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലും റിയാക്ട് ചെയ്തൂടെ? നമ്മൾ എഴുതി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ വെറുതെ ഇതിനെ പറ്റി നമ്മുടെ അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയുന്ന അഭിപ്രായം പറയും. തീർന്നു, ആവേശം തീർന്നു. അതുകൊണ്ട് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യത്തെ പറ്റി നമ്മൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം നമുക്ക് അതിനു വേണ്ടി. ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കാം? അത്യാവശ്യം. ഇഷ്ടമുള്ള ഓതർ? എല്ലാ മലയാളികളെയും പോലെ തന്നെ MT സർ, മാധവിക്കുട്ടി എന്ന് പറയുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. പിന്നെ പ്രിയ എസിനെ ഇഷ്ടമാണ്, ഉണ്ണിയാറിന്റെ ചെറുകഥകൾ ഇഷ്ടമാണ്, സുധീഷിന്റെ ഇഷ്ടമാണ്. സമയം ഉണ്ടാവുമോ വായിക്കാനൊക്കെ? ഞാൻ ട്രാവലിങ്ങിലൊക്കെ വായിക്കും. എന്നെ കൊണ്ട് പറ്റേയില്ല ആ സമയം എല്ലാവരുമായിട്ട് വർത്താനം പറയാൻ പറഞ്ഞ സന്തോഷം കേട്ടോ. അല്ലാതെ അത് ഈ പറഞ്ഞ ഒരു കഥകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ കഥകൾ പറഞ്ഞു തരാൻ മുത്തശ്ശിയൊന്നും ഇല്ല. അപ്പം അമ്മേനെ പിടിച്ചിരുത്തിയിട്ട് കഥകൾ വായിക്കും. അപ്പൊ അമ്മയുടെ വീട്ടില് ആരുമില്ലേ? അമ്മയുടെ വീട് കണ്ണൂരാണ്. അവിടെ ആരുമില്ല? അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു. പിന്നെ അമ്മയുടെ ബ്രദറും സിസ്റ്ററും അവരും അച്ഛന്റെ രണ്ടാനമ്മയായിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു റിലേഷനിൽ. അപ്പൊ എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല അവരിലേക്ക്. അവിടെ പോവാറുണ്ടോ? വീട്ടിൽ അച്ഛൻ്റെ വീട്ടിലൊക്കെ വരും, അത്രേ ഉള്ളൂ. അതിനപ്പുറം നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഓടിച്ചെന്ന് ഒരു മുത്തശ്ശന്റെ മടിയിലേക്ക് കയറിയിരിക്കാൻ ഒരു പേരക്കുട്ടിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല. അപ്പം അച്ഛനും അമ്മയും തന്നെയായിരുന്നു എൻ്റെ ലോകം. അപ്പൊ അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, അമ്മ അതെല്ലാം വായിച്ചു തരും. അങ്ങനെ തുടങ്ങിയതാണ് വായിച്ച്. ആക്ച്വലി എന്നെ വീടിനുള്ളിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു ട്രിക്കാണ് പുസ്തകം മേടിച്ചു തരാ എന്നുള്ളത്. അല്ലെങ്കിൽ പുറത്തു പോകണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ടൗണിൽ മുകളിലൊക്കെ താമസിക്കുമ്പോൾ അപ്പൊ ആ ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടി ഒരു കണ്ടെത്തിയ വിദ്യയാണ് പുസ്തകം വാങ്ങിച്ചു തരൽ. അത് പിന്നെ നല്ലൊരു കാര്യം. ഫ്രീഡം എല്ലാം ഫുൾ തന്നതല്ലേ? പിന്നെ അല്ല, കുഞ്ഞില് നമ്മൾ വിടുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ടൗണിൽ വണ്ടികളുടെ ഇടയിൽ കുട്ടീനെ പുറത്തേക്ക് വിടുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് പ്രശ്നം ചോറ്റാനിക്കരയിൽ അത്രയും ഓടിക്കളിച്ച് ഞാൻ വളർന്നിട്ട് മുകളിലെത്തിയപ്പോൾ ഞാൻ ഭയങ്കര വാശിയായിരുന്നു പുറത്ത് പോകാൻ. അമ്മയെ വിട്ടിട്ട് വരെ ഇച്ചിരി വിഷമായില്ലേ? അന്ന് അതൊന്നും അറിയില്ലല്ലോ, കുഞ്ഞായിരുന്നു അത്രയും. പക്ഷെ അതാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. ഞാൻ കറങ്ങി തിരിഞ്ഞ് എറണാകുളത്ത് കുറെ സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് തിരിച്ച് ഞാൻ വീട് വെച്ചപ്പോൾ ഞാൻ ചോറ്റാനിക്കര വീട് വെച്ചത്. പ്രോജക്റ്റ് ഇപ്പൊ ഇതില് മാസം ഒരു 20 ദിവസത്തോളം സീരിയലിൽ പോവാണ്. അപ്പൊ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രാക്കിലാവുള്ളൂ. പിന്നെ ഒരു മാസം 15 ദിവസം മതിയാവും ഇവിടെ. അപ്പൊ വേണം വീണ്ടും സിനിമകൾ ചെയ്യാനായിട്ട്. ശരി. ഫസ്റ്റ് ടൈം അഭിനയിച്ചപ്പോഴൊക്കെ എന്ത് തോന്നിയേ? ഞാൻ ഫസ്റ്റ് ചേച്ചി ചക്കരമുത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ ഒരു ഷോട്ടിലാണ് ഞാൻ അഭിനയിക്കുന്നത്. എന്താ വെച്ചാല് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാകുന്ന 2 വീഡിയോ ആൽബംസ് ഞാൻ ചെയ്തു. അപ്പൊ അവരത് കൊണ്ട് ലോഹി സാറിനെ കാണിച്ചു. അപ്പൊ ഈ കുട്ടിയോട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ വന്നു. അപ്പൊ എന്തായാലും വന്നല്ലേ ഒരു ഷോട്ടിൽ ഇങ്ങനെ തുടക്കം കുറിക്കാം എന്നുള്ള രീതിയിൽ ആ സിനിമയിലെ ഒരു ഷോട്ടിലാണ് അഭിനയിക്കുന്നത്. അന്ന് പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അതിന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് പറഞ്ഞത് ചെയ്തു അത്രേ ഉള്ളൂ. പിന്നെ ഇവരെയൊക്കെ കണ്ട് അന്ന് കാവ്യ എന്നൊക്കെ പറഞ്ഞാല് വലിയ സംഭവമായിരുന്നു. കാവ്യനൊക്കെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ്, ദിലീപ് ഏട്ടൻ അങ്ങനെ എല്ലാവരെയും ഷൂട്ടിംഗ് ഒക്കെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അഭിനയിക്കുമ്പോൾ ഒന്നും ആ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ഒരു സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു അറിയില്ലല്ലോ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ആളുകൾ കൂടിയിരുന്ന ഒരു വലിയ സ്ക്രീനിൽ കാണാൻ പോവാണെന്നൊന്നും ധരിക്കുന്നില്ല. ആ ഒരു ചിന്തയില്ലാത്തതുകൊണ്ട് കൂളായിട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഒരു ഹിസ്റ്റോറിക്കൽ കഥാപാത്രമായിട്ട് വല്ലതും ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്കെല്ലാം ചെയ്യാൻ താല്പര്യം. മനസ്സിൽ ഇഷ്ടമല്ല ഉണ്ണിയാർച്ചയുടെ ഒക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം നല്ല ആഗ്രഹം. കളറി അറിയോ? ഇല്ല. പിന്നെ ഉണ്ണിയാർച്ച മറന്നേക്ക്. ഞാൻ പഠിക്കും, ഞാൻ വേണ്ടി വന്നാ പഠിക്കും. നല്ലതാ, അത് നല്ലതാ. ഒരു ക്യാരക്ടറിന് വേണ്ടി അത്രയും ഹോംവർക്കും ഡെഡിക്കേഷനും നല്ലത് തന്നെയാ. കരാട്ടെ ഇല്ല, ഈ അറിയാത്ത കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നു. ഇല്ലല്ലേ? മീൻകറി കഴിക്കറിയാല്ലേ? മീൻകറി കഴിക്കറിയാം, ചോറിനാനറിയാം. നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് അതൊക്കെ തന്നെ ഇഷ്ടമായിട്ട്. ബേസിക്കലി ഡാൻസ് അറിയാമെങ്കിൽ നമ്മുടെ ബോഡി നല്ലതായിട്ട് വളരും. നമുക്ക് പറ്റുന്നത് പഠിക്കണം കേട്ടോ. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ. ആ സത്യം. മടിയെന്നൊരു ബേസ് സാധനം പെൺകുട്ടികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. മടി ഇങ്ങനെ എഴുതി വിട്ടേക്ക. പിന്നെ ഇപ്പൊ പ്രണയമില്ല, പ്രണയം ഉണ്ടായിരുന്നു ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കല്യാണം അടുത്തെങ്ങാനും ഉണ്ടോ? കല്യാണം ഒരു 3 വർഷമായിട്ട് ഞാനിങ്ങനെ അമ്മേനെ അമ്മ അടുത്തോല്ലോ അമ്മ അടുത്തോല്ലോ അമ്മ അടുത്തോല്ലോ. ഞാൻ വിചാരിച്ച അമ്മയോട് അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വർഷം മിക്കവാറും ഞാൻ സുല്ലിടേണ്ടി വരും, കെട്ടും. അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് ഞങ്ങള് കെട്ടിക്കും. അമ്മ എന്ത് പറയുന്നോ അത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. അപ്പം ഈ വർഷം നടക്കും. അപ്പൊ കെട്ടിക്കും. നല്ലൊരു ഐശ്വര്യമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. പിന്നെ മാത്രല്ല ഒരു നല്ലൊരു എന്നാ പറയുന്നത്, എനിക്ക് സരീനെ ബേസിക്കലി ഇഷ്ടമായെന്ന് അറിയാം. ഒരുപാട് നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്.
അതും ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെന്റ്. ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ഭയങ്കര മെച്ചോർഡായിട്ടാണ് അതിനെപ്പറ്റി കാണുന്നത്. ദാറ്റ് ഇസ് സംതിങ് റെയർ അല്ലേ? അത് തന്നെ ഉണ്ടാവട്ടെ, കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പൊ ആ സമയത്ത് കുഞ്ഞ് ആലോചിക്കും ഞായറാഴ്ചകളെ സ്നേഹിച്ച പെൺകുട്ടി, അതൊക്കെ അന്നേരം ആലോചിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അടുത്ത സരി എഴുതാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് എല്ലാ ദിവസവും സ്നേഹിച്ച എല്ലാ ദിവസവും എല്ലാ ദിവസങ്ങളെയും സ്നേഹിക്കുന്ന പെൺകുട്ടി, അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ.